ഒത്തൊരുമയോടും സന്തോഷത്തോടും കൂടി ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ എന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാവുള്ളൂ. വിൽപത്രം മാറ്റിയിരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷെ എന്റെ കാര്യത്തിൽ ഞാനൊരു ഉറപ്പും ആർക്കും തരില്ല. നന്ദേട്ട എന്തിനാ ചൂടാവുന്നേ? അച്ഛൻ പറയട്ടെ ഏട്ടാ. അച്ഛൻ്റെ മനസ്സിൽ മറ്റെന്തോ വെച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അതെന്താണെന്ന് തുറന്നു പറയാതെ ഈ വിൽപത്രത്തിന്റെ കാര്യം പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈ വിൽപത്രം എങ്ങനെ മാറ്റി എഴുതിയാലും എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. എന്തായാലും ഇതുവരെ എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. എനിക്കുള്ള സ്വത്തുക്കളുടെ പകുതി അച്ഛൻ സ്നേഹയുടെ കുഞ്ഞിൻ്റെ പേർക്ക് എഴുതി കൊടുത്തേക്ക്. എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. അതല്ലല്ലോ അച്ഛൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. എൻ്റെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് നിന്നേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാവും. അച്ഛൻ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ പറയുന്നേ? അച്ഛാ, നന്ദേട്ടൻ പറഞ്ഞതിലും ന്യായമുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സ്വത്തുക്കൾ ഇങ്ങനെ മാറ്റി എഴുതേണ്ട ഒരാവശ്യവും ഞാൻ കാണുന്നില്ല. അച്ഛൻ്റെ സ്വത്തുക്കൾ ഞങ്ങൾ മക്കൾക്ക് തുല്യമായി അവകാശപ്പെട്ടതാണ്. അതിന് കുട്ടികളുള്ളവരുടെ ഇല്ലാത്തവരുടെ എണ്ണം നോക്കേണ്ട യാതൊരു കാര്യമില്ല. അത് തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാണ്. അതിനിവിടെ ആരും ഡൈവേഴ്സ് ചെയ്തു പോകുന്ന കാര്യമൊന്നും തീരുമാനിച്ചില്ലല്ലോ. അച്ഛൻ്റെ ഒരു തീരുമാനം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇത് അച്ഛൻ്റെ ആഗ്രഹമാണോ അതോ മറ്റാരുടെയെങ്കിലും താല്പര്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്റെ തീരുമാനം ഇതാ. ഇതിൽ ഒരു മാറ്റവും വരില്ല. എന്റെ 4 മക്കളിൽ ആരെങ്കിലും ഒരാൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്ക് പിന്നെ എന്റെ സ്വത്തുക്കളിൽ ഒരവകാശം ഉണ്ടായിരിക്കില്ല. അച്ഛാ, പണവും സ്വത്തുക്കളും സ്വന്തമാക്കുന്നതിനേക്കാൾ വലിയ ജീവിത സന്തോഷങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യില്ലെന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഏട്ടാ, കുട്ടിയുടെ പേര് നാളും പറയൂ. അവന്തിക, പോരാട നക്ഷത്രം. കുട്ടിക്ക് ഇവരുടെ കൂടെ പോകണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ അതിന് തടസ്സമൊന്നുമില്ല. ഇവർക്കൊപ്പം പോയി ഈ പൂജ ചെയ്യാവുന്നതേയുള്ളൂ. പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ മല കയറി പെൺകുട്ടികൾ ഈ പൂജ നടത്തിയാൽ ഫലം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇന്നുവരെ ഒരു സ്ത്രീയും ആ മല കയറി ഈ പൂജ നടത്തിയിട്ടില്ല. വനദുർഗാ ഭാവത്തിലുള്ള പാർവതീദേവിയുടെയും ഭഗവാൻ പരമശിവന്റെയും അനുഗ്രഹം കിട്ടുന്ന സ്ത്രീകൾക്ക് മാത്രമേ ആ മല കയറി മുകളിലെത്താൻ സാധിക്കൂ. നിർഭാഗ്യവശാൽ ഇന്നുവരെ ഒരു സ്ത്രീയും ആ മലമുകളിലെത്തി ഈ പൂജ നടത്തിയിട്ടില്ല. ഇതൊക്കെ വെറുതെ കെട്ടുകഥകൾ പറയുന്നതാ. സ്ത്രീകൾക്ക് മല കയറി അവിടെ എത്താൻ പറ്റില്ല പോലും. ബഹിരാകാശത്ത് പോലും സ്ത്രീകൾ പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. പിന്നെയാണോ ഒരു മലമുകളിൽ? കുട്ടി, പരിഹസിക്കരുത്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണത്. കാട്ടുകൊള്ളക്കാരും
വന്യമൃഗങ്ങളുമൊക്കെ ഉള്ള സ്ഥലം. നിങ്ങൾ ചുറ്റിലും കാണുന്ന ക്ഷേത്രങ്ങൾ പോലെ ദിവസവും പൂജയുള്ള ക്ഷേത്രമല്ലത്. ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ അവിടെ പൂജയുള്ളൂ. 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത്രയും ദിവസം ആ നട തുറന്നിരിക്കുന്നത്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അർച്ചനയും കൊണ്ട് ഞാൻ ആ മല കയറിക്കോളാം. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പോയി പൂജ ചെയ്താലും പോരെ? പോരാ. പെൺകുട്ടികൾക്ക് സന്താന ലബ്ധിക്കായി പെൺകുട്ടികൾ തന്നെ പോയി പ്രാർത്ഥിക്കണം. അല്ല, ഇത്ര അപകടം പിടിച്ച സ്ഥലത്ത് ഇവർ പോണോ തിരുമേനി? മറ്റെന്തെങ്കിലും പ്രതിവിധി നോക്കിക്കൂടെ? വേണ്ടമ്മ, ഞങ്ങൾ പൊയ്ക്കോളാം. വേണമെങ്കിൽ ഇവരുടെ സഹായത്തിന് ഞാൻ കൂടി പോവാം. അത് നല്ലതാ. ഞങ്ങൾക്കൊരു സമാധാനവും കിട്ടും. അല്ലേ കമലേ? അതെ. അനൂപ് കൂടെ ഇവരുടെ പോട്ടെ. അനുപേട്ടൻ വരണമെന്നില്ല, ഞങ്ങൾ പൊയ്ക്കോളാം. അത് വേണ്ട. അങ്ങനെ നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. ഞാൻ കൂടെ വരാം. ഇവൻ എന്തിനാ ഇങ്ങനെ വലിഞ്ഞേറി കൂടെ വരുന്നേ? എങ്ങനെയെങ്കിലും ഞാൻ പാതി വഴിയിൽ ഇവരുടെ നേർച്ച മുടക്കാൻ നോക്കുമ്പോൾ ഇവനും കൂടി വന്നാൽ അതാകെ കുഴപ്പമാവും. എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് ഇവനെ തടയണമല്ലോ. അല്ല, അനൂപ് വരേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ഇവരുടെ കൂടെ പോകുന്നുണ്ടല്ലോ. മോളെ, പറയുന്ന കേൾക്ക്. അനൂപും കൂടി നിങ്ങളുടെ കൂടെ വരും. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കൊരു സമാധാനം വേണ്ടേ?